എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സീസണിലെ 5ാം റൗണ്ട് പോരാട്ടത്തിലാണ് RCB ഇറങ്ങാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽസ് ആണ് എവേ പോരാട്ടത്തിൽ ഫാഫ് ഡു പ്ലസിയുടെ സംഘത്തിൻ്റെ എതിരാളികൾ. സോ IPLലെ ആദ്യ 4 റൗണ്ട് പോരാട്ടങ്ങൾ പിന്നിട്ട ഒരേ ഒരു ഫ്രാഞ്ചൈസിയാണ് RCB. സോ RCBയുടെ ഒരു നിലവിലത്തെ അവരുടെ പ്രകടനം എങ്ങനെയൊക്കെ, കിരീട പ്രതീക്ഷ അവർക്ക് എങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള RCBയുടെ അവരുടെ 4 റൗണ്ട് പോരാട്ടങ്ങൾ പിന്നിടുമ്പോൾ RCBയുടെ ഒരു ഫുൾ സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ, IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പേര് മാറ്റി ഭാഗ്യം പരീക്ഷിക്കാൻ എത്തിയ RCBക്ക് പക്ഷേ ശരിക്കും നിർഭാഗ്യകരമായ ഒരു സ്റ്റാർട്ട് തന്നെയാണ് IPL 2024 കിട്ടിയിട്ടുള്ളത്. സീസൺ ഓപ്പണിങ്ങിൽ ചെന്നൈയോട് പരാജയം, പിന്നീട് നടന്ന പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഒരു മികച്ച വിജയം. പക്ഷേ അത് തുടരാൻ RCBക്ക് സാധിച്ചില്ല. കൊൽക്കത്തയോടും ലക്നൌവിനോടും വീണ്ടും തുടർ പരാജയങ്ങൾ. നിലവിൽ 4 റൗണ്ട് പോരാട്ടങ്ങൾ പിന്നിടുമ്പോൾ ഒരു വിജയം മാത്രമായി 2 പോയിൻ്റോട് 9ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നമുക്കറിയാം, കളിച്ച 4 മത്സരങ്ങളിൽ അവരുടെ പ്രകടനം എടുത്ത് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി എന്ന റൺ മെഷീൻ്റെ ഒരു മികച്ച പ്രകടനം മാത്രമാണ് അവർക്ക് ആശ്വസിക്കാനായിട്ടുള്ളത്. ബാറ്റിങ്ങിൽ കോഹ്ലിയുടെ ആ ഒരു പ്രകടനം മാത്രമാണ് RCBയെ സംബന്ധിച്ച് അല്പമെങ്കിലും എടുത്തു പറയത്തക്ക വണ്ണമുള്ളത്. 203 റൺസാണ് കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് 203 റൺസുമായി ഓറഞ്ച് ക്യാപ്പിൽ ലീഡർ ബോർഡിൽ 1ാം സ്ഥാനത്ത് തുടരുന്നുണ്ട് വിരാട് കോഹ്ലി. ഒപ്പം അദ്ദേഹം കഴിഞ്ഞാൽ ശരിക്കും കോഹ്ലിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ RCBയുടെ ലീഡിംഗ് റൺ സ്കോർ എന്ന് പറയുന്നത് ഫിനിഷറുടെ റോളിൽ കളിക്കാനെത്തുന്ന ദിനേശ് കാർത്തിക്കാണ്. ബാക്കി ടോപ്പ് ബോർഡിൽ അധികം ആരും കഴിഞ്ഞ ഇത്രയും മത്സരങ്ങളിലും ശോഭിച്ചിട്ടില്ല. ബോളിംഗ് വരുവാണെങ്കിലും കാര്യമായ താരങ്ങളില്ല. നമുക്കറിയാം, മുഹമ്മദ് സിറാജിൻ്റെ ഒരു ഔട്ട് ഓഫ് ഫോം തന്നെയാണ് RCBക്ക് പ്രധാനപ്പെട്ട വെല്ലുവിളി. ബൗളിങ്ങിൽ എസ്പെഷ്യലി ഡെത്ത് ഓവറുകൾ മാത്രമല്ല, ആദ്യത്തെ പവർ പ്ലേ മുതൽ തന്നെ കാര്യമായ രീതിയിൽ റണ്ണൊഴുക്ക് തടയാൻ RCBയുടെ ബൗളർമാർക്ക് സാധിക്കുന്നില്ല. ബൗളർമാരുടെ ഒരു ഫോമില്ലായ്മ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ ശരിക്കും RCBയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് തന്നെയാണ് പുതിയ സീസണിൽ. ഇനി അവരുടെ ഒരു കുറച്ച് ഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ പിന്നോട്ടുള്ള ബാറ്റർമാർക്ക് ഓപ്പണിങ്ങിൽ നായകൻ ഫാഫ് ഡു പ്ലസി അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക്, ഗ്ലെൻ മാക്സ്വെൽ പോലുള്ള വെടിക്കെട്ട് താരങ്ങൾ ഉണ്ടായിട്ട് പോലും, കാമറോൺ ഗ്രീനൊക്കെ ഉണ്ടായിട്ട് പോലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോഹ്ലി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശോഭിക്കാൻ ഒരു ബാറ്റർക്കും സാധിച്ചിട്ടില്ല. ഫാഫ് ഡു പ്ലസി, ഗ്ലെൻ മാക്സ്വെൽ, മുഹമ്മദ് സിറാജ്, RCBയുടെ നായകൻ ഫാഫ് ഡു പ്ലസി, ഗ്ലെൻ മാക്സ്വെൽ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്ക് ഇതുവരെയും ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഫാഫിലേക്ക് വരെ നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ കോഹ്ലിയോടൊപ്പം മികച്ച പങ്കാളിത്തമായിരുന്നു ഓപ്പണിങ്ങിൽ RCB നായകൻ കാഴ്ചവെച്ചതെന്നാൽ പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു നിഴലിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല. മാക്സ്വെലിൻ്റെ കാര്യം വിപരീതമല്ല. ബൗളിങ്ങിൽ അല്പം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ പോലും ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ഇന്നിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് സിറാജ്, ബൗളിങ്ങിൽ RCBയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിശ്വസ്തൻ മുഹമ്മദ് സിറാജിൻ്റെ ഫോമില്ലായ്മ RCBയെ സംബന്ധിച്ച് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയമേ കണക്കുകൂട്ടാം സിറാജിൻ്റെ ഫോമില്ലായ്മ. നാലുള്ളത് ബൗളർമാരുടെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം റണ്ണുകൾ വളരെ തകൃതിയെ തന്നെയാണ് RCB ബൗളർമാർ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ മത്സരിച്ചായിരുന്നു റൺസ് വിട്ട് നൽകിക്കൊണ്ടിരുന്നത്. ഒപ്പം ഒരു സ്റ്റാർ ഓൾറൗണ്ടറുടെ അഭാവം നമുക്കറിയാം. ഗ്ലെൻ മാക്സ്വെലിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ കാമറോൺ ഗ്രീനാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിലും അവരുടെ 11ൽ സ്റ്റാർട്ട് കിട്ടിയ പ്ലെയർ. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ ഗ്രീന് സാധിച്ചിട്ടില്ല. കാമറോൺ ഗ്രീന് സാധിച്ചിട്ടില്ല എന്നുള്ളത് RCBയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയാണ്. ഇനി നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിനോടാണ് RCBയുടെ അടുത്ത മത്സരം. സോ അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ചേഞ്ചുകൾ അവർക്ക് 11ലേക്ക് എത്തിച്ചാൽ കൊള്ളാമായിരിക്കും. എസ്പെഷ്യലി വിൽ ജാക്സ്, കാമറോൺ ഗ്രീന് പകരം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടറായിട്ടുള്ള വിൽ ജാക്സ്. ഏറ്റവും IPL തൊട്ട് മുൻപ് നടന്ന SA-20 ലീഗിൽ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. പക്ഷേ ഇതുവരെയും താരത്തിന് IPL സ്റ്റാർട്ട് കിട്ടിയിട്ടില്ല, RCB ജേഴ്സിയിൽ സ്റ്റാർട്ട് കിട്ടിയിട്ടില്ല. ടോം കറൻ, ലോക്കി ഫെർഗൂസൺ തുടങ്ങിയ 2 സൂപ്പർ താരങ്ങൾ RCBയുടെ ഡഗൌട്ടിലുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ടോപ്പിലി അൽസാരി ജോസഫിന് പകരം റീസ് ടോപ്പിലി അവരുടെ പ്ലേയിങ് ലെവലിലേക്ക് എത്തിയെങ്കിൽ പോലും ടോം കരണം അതോടൊപ്പം തന്നെ ലോക്കി ഫെർഗൂസൺ വൻ തുക മുടക്കി കൂടാരത്തിലേക്ക് എത്തിച്ച ഈ 2 താരങ്ങൾക്കും ഇതുവരെ സ്റ്റാർട്ട് കിട്ടിയിട്ടില്ല. പിന്നീടുള്ള നമുക്കറിയാം, ഇന്ത്യൻ പേസ് ബൗളർമാരുടെ ദയനീയമായ ഫോമില്ലായ്മയാണ്. നമുക്കറിയാം,
മുഹമ്മദ് സിറാജിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ളത് യഷ് ദയാലും വൈശാഖ് വിജയകുമാറുമാണ്. കഴിഞ്ഞ RCB മാച്ചസിലെല്ലാം കളിക്കാൻ അവസരം കിട്ടിയ 2 ഇന്ത്യൻ പേസ് ബോളർമാർ യഷ് ദയാലും അതോടൊപ്പം തന്നെ വൈശാഖ് വിജയകുമാറുമാണ്. ദയാലിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം വിക്കറ്റ് നേടിയിട്ടുണ്ട്. പക്ഷേ എക്കോണമി വളരെ മോശം തന്നെയാണ്. പഞ്ചാബിനെതിരെ ആ ഒരൊറ്റ പോരാട്ടത്തിൽ മാത്രമാണ് അതായത് മികച്ച രീതിയിൽ റണ്ണ് നിയന്ത്രിച്ച് യഷ് ദയാൽ പന്തെറിഞ്ഞത്. അത് കഴിഞ്ഞുള്ള 3 മത്സരങ്ങളിലും അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ വിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ റൺസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വൈശാഖ് വിജയകുമാർ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 11ലേക്ക് എത്തി അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിന് മുൻപത്തെ മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായിട്ടെത്തി. മത്സരത്തിൽ ടീം പരാജയപ്പെട്ടെങ്കിൽ പോലും അല്പം മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. പക്ഷേ ഈ ഒരു 2 താരങ്ങളുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് റൺസ് കൺസീഡ് ചെയ്യുന്നതാണ്. വളരെയധികം അല്ലെങ്കിൽ വളരെ എക്കോണമി വളരെയധികം മോശം തന്നെയാണ്. നമുക്കറിയാം T20 ഫോർമാറ്റിൽ ഏറ്റവും ബോളർമാരെ സംബന്ധിച്ച് പെടാപ്പാടുള്ളത് റൺസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാണ്. പക്ഷേ ഈ 2 ബോളർമാരെ സംബന്ധിച്ചും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവരുടെ പ്രകടനം എടുത്ത് നോക്കുകയാണെങ്കിൽ എക്കോണമി റേറ്റൊക്കെ വളരെയധികം മോശം തന്നെയാണ്. സോ അതിനാൽ തന്നെ ഒരു മികച്ച ഇന്ത്യൻ പേസ് ബൗളറുടെ അഭാവം RCBയുടെ ലൈനപ്പിൽ നമുക്ക് എടുത്തു തന്നെ കാണാം. സോ ഇനി RCBയുടെ കിരീട പ്രതീക്ഷയിലേക്ക് വരികയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് പോലും എത്തുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉന്നയിക്കാം. പക്ഷേ ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന RCBയെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ അവർ പദ്ധതികൾ മാറ്റും, വിജയത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാം. ഇനി കിരീട പ്രതീക്ഷയിലേക്ക് വരികയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് കിരീട പ്രതീക്ഷയിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ RCB ആണ് ഏത് നിമിഷവും അവർക്ക് മാറി മറിയാം. എന്നാൽ കിരീട പ്രതീക്ഷയിലൊരു അല്പം പിറകിലോട്ട് തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇനിയും മത്സരങ്ങളുണ്ട്, തിരിച്ചു വരാൻ ഒരുപാട് സമയമുണ്ട്. പക്ഷേ താരങ്ങളുടെ ഫോം തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഫിനിഷേഴ്സിൻ്റെ കാര്യത്തിലായാലും താരങ്ങൾ ഫോമിലേക്ക് ഉയർന്നാൽ മാത്രമേ RCBക്ക് ഇനി കിരീട പ്രതീക്ഷ പങ്കുവയ്ക്കാൻ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.